കഴിഞ്ഞ ദിവസം നാഗപ്പൂരിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു വലിയ പ്രസ്താവന തന്നെ നടത്തി. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: താൻ ഈ രാജ്യത്തിന്റെ ഗതാഗത മന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ താൻ വാഹന നിർമ്മാതാക്കൾ വീണ്ടും ആവശ്യപ്പെടുന്നു, പെട്രോളിനും ഡീസലിനും മേലുള്ള ആ അമിതമായ ആശ്രയത്വം കുറയ്ക്കുവാൻ താൻ ആവശ്യപ്പെടുന്നു. ഇല്ല എങ്കിൽ 6 മാസത്തിനകം താൻ യൂറോ 6 എമിഷൻ മാനദണ്ഡം നടപ്പാക്കും. അങ്ങനെ നടപ്പാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും വാഹന നിർമ്മാണം വലിയ ചിലവേറിയതാകും. കാരണം ഓരോ വർഷവും ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഭാരത് സ്റ്റേജ് 1, 4, 2, 3, 4, 5 ഒക്കെ വരുന്നത് കൊണ്ടാണ് വാഹന നിർമ്മാണത്തിന് കുറച്ച് കോസ്റ്റ്ലി ആയി മാറുന്നത്. ഇപ്പോൾ ഇത് യൂറോ 6 എമിഷൻ മാനദണ്ഡങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെയധികം 0 ലെവലിലേക്കെങ്കിലും കുറയ്ക്കേണ്ടി വരും. അത് വലിയ പ്രയാസകരമായിരിക്കും. അങ്ങനെ നടപ്പാക്കും. മുൻപും 2-3 മാസം മുമ്പും നിതിൻ ഗഡ്കരി സമാനമായ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞ അന്ന് ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററിക്കും മറ്റുമൊക്കെ ഫ്രീ ആയിട്ട്, അത് ടാക്സ് ഇല്ലാതാണ് വാഹന നിർമ്മാതാക്കൾക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ രാജ്യം സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഗുണം സാധാരണപ്പെട്ട ഉപഭോക്താവിന് ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് വില കുറയ്ക്കുന്നില്ല അവർ. എന്തുകൊണ്ടാണ് എന്നറിയില്ല. കാരണം ഇതിനൊക്കെ കാരണം ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബാറ്ററി ഉൽപ്പന്നങ്ങൾക്കൊക്കെ താങ്കൾ ടാക്സ് ഈടാക്കുന്നില്ല. പക്ഷെ അതിന്റെ ആ ഒരു കുറവ് ഉപഭോക്താവിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മാത്രം ഇറങ്ങുന്ന വാഹന നിർമ്മാതാക്കൾക്കാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ: നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡീസലും മറ്റും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് ട്രാക്ടറുകൾ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ട്രാക്ടറുകൾ അപൂർവ കാഴ്ചയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഈ ട്രാക്ടറുകൾ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അത്തരം ട്രാക്ടറുകൾ 100% എത്തനോളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. CNG നിർമ്മാണം അവർ തുടങ്ങിക്കഴിഞ്ഞു. അവർ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് ജീവന പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് നമ്മുടെ ട്രാക്ടർ എന്ന് മനസ്സിലാക്കും. അത്തരം വാഹനങ്ങൾ പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ട്രക്കുകൾ, ഹൈഡ്രജൻ ട്രക്കുകൾ ഇപ്പോൾ നിരത്തിൽ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. മിക്ക സംസ്ഥാനങ്ങളും ഇലക്ട്രിക് ബസ്സിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഈ ചെറുവാഹനങ്ങൾ എന്തുകൊണ്ടാണ് പെട്രോൾ ഡീസലിലേക്ക് ഓടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിലവിൽ നമ്മുടെ ലക്ഷ്യം തന്നെ പെട്രോൾ ഡീസൽ ആ ഒരു ആശ്രയത്വം കുറയ്ക്കുക, പകരം പാരമ്പര്യേതര ഊർജ്ജം കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതായാലും മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്ന വാഹന നിർമ്മാതാക്കൾക്ക് 5% സബ്സിഡി നിലവിൽ കൊടുക്കുന്നുണ്ട്. അത് ഇനിയും കൂട്ടി നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായിട്ട് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നിർമ്മാണ കമ്പനികൾ കുറയ്ക്കുകയാണ്. നിലവിലുള്ള വാഹനങ്ങളെ പൂട്ടിക്കെട്ടും എന്നുള്ളതല്ല. ആ വാഹനങ്ങൾ പമ്പുകളൊന്നും നിലവിൽ നിശ്ചലമാകാനൊന്നും പോകുന്നില്ല. 2030 വരെയെങ്കിലും സുഗമമായി തന്നെ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലി ഇത് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ തന്നെ 20% എഥനോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ തന്നെ അതിന്റെ അളവ് കൂടി വരുന്തോറും അവസാനം എഥനോളുകൾക്ക് മാത്രമായ ഒരു പമ്പും CNGക്ക് മാത്രമായ ഒരു പമ്പും ഇലക്ട്രിക്കൽ ഹൈഡ്രജൻ പ്ലാറ്റ്ഫോമുകളുമൊക്കെ പമ്പുകളിൽ വരുമായിരിക്കാം. ഏതായാലും അതിന് മുൻപ് തന്നെ ഇപ്പോഴേ തന്നെ അത്ര പ്രവർത്തനങ്ങൾ നിർത്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രീമാൻ നിതിൻ ഗഡ്കരി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.